LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ 3 പോലീസുകാരെ കൂടി പ്രതി ചേർത്തു. സന്ദീപ്, അനിൽകുമാർ എന്നിവർക്ക് പുറമെയാണ് 3 പേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തത്. ഇത് സംബന്ധിച്ച് ഇടക്കാല റിപ്പോർട്ട് SIT ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. അതേസമയം കേസിൽ പ്രതികളായ സന്ദീപും അനിൽകുമാറും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ പ്രതി ചേർക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ആദ്യം ഇറക്കിയ ഉത്തരവ് എന്ന് പറയുന്നത് അന്ന് ആലപ്പുഴയിൽ ഈ നവകേരള യാത്ര ബസ് കടന്നു പോകുമ്പോൾ, മുഖ്യമന്ത്രി അടക്കം സഞ്ചരിക്കുന്ന ബസ് കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, നിലവിൽ ആലപ്പുഴ MLA ആയ AD തോമസ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലുണ്ടായിരുന്ന എസ്കോർട്ട് വാഹനത്തിൽ പോയിരുന്ന ഗൺമാനും അതുപോലെ തന്നെ മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് മർദ്ദിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്വേഷണമൊക്കെ നടന്നിരുന്നെങ്കിലും എവിടെയും എത്തിയിരുന്നില്ല. ആ കേസിൽ 2 പ്രതികളെയാണ് അന്ന് ഉൾപ്പെടുത്തിയിരുന്നത്. അത് ഒന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്ന അനിൽകുമാറാണ്, മറ്റൊന്ന് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥനായ എസ്കോർട്ട് വാഹനത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപാണ്. ഇവർ മാത്രമായിരുന്നു പ്രതികളായി ഉണ്ടായിരുന്നത്. ഏതായാലും പുതിയ സർക്കാർ വന്നതിന് പിന്നാലെയാണ് SIT രൂപീകരിച്ചത്, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. അവർ കഴിഞ്ഞ ദിവസങ്ങളായി അന്വേഷണം ഊർജിതമായി നടത്തുകയാണ്. വിവിധ തലത്തിലുള്ള അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ മർദ്ദനമേറ്റവരുടെ മൊഴി എടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ കേസ് നേരത്തെ അന്വേഷിച്ച SIമാരടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 പേരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്, ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട്. അത് ഈ എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അരുൺ, വിപിൻ, ഷൈജു, ഈ 3 പേരാണ് പുതിയ പ്രതികൾ. ഇതോടെ ഈ കേസിൽ പ്രതികളുടെ എണ്ണം 5 ആയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഇവർക്കെതിരെ ഏത് വകുപ്പാണ് ചുമത്തിയത് അല്ലെങ്കിൽ ചുമത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് വരും ദിവസങ്ങളിലായിരിക്കും എടുക്കുക. ഏതായാലും ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയാണ്. ഇത് സംബന്ധിച്ചൊരു ഇടക്കാല റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കൂടുതൽ മൊഴികൾ എടുക്കേണ്ടതുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഈ ആലപ്പുഴ DYSP ഈ കേസ് അന്വേഷിച്ച അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന ആലപ്പുഴ DYSPയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് പോവുക. ആ ഘട്ടത്തിലായിരിക്കും, അന്തിമ റിപ്പോർട്ടിലായിരിക്കും ഇവർക്കെതിരെ, ഈ പുതിയ പ്രതികൾക്കെതിരെ അടക്കം എന്ത് കുറ്റമാണ് ചുമത്തുക എന്നതടക്കമുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതോടൊപ്പം തന്നെ ഈ 5 പേർക്കുമെതിരെയും വകുപ്പ് തല നടപടിക്കുള്ള ശുപാർശ കൂടി നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അത് DGPക്കായിരിക്കും നൽകുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ അന്വേഷണം ആദ്യഘട്ടത്തിൽ ഈ ഗൺമാൻമാർക്ക് പിഴവ് സംഭവിച്ചു, വീഴ്ച സംഭവിച്ചു എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ക്രമസമാധാന ചുമതലയുള്ള ADGP അന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലപ്പുഴ DYSPയെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ആ കേസ് ഡയറി തിരുത്തി അട്ടിമറിച്ചു എന്നുള്ളൊരു കാര്യവും കൂടി SIT കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ ആദ്യ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ചൊരു മൊഴി നൽകിയത്. MR അജിത് കുമാർ ആയിരുന്നു അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നേരെയുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ADGPക്കെതിരെയുള്ള നടപടി കൂടി ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത്, ഈ പ്രതികൾക്കെതിരെ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെ സന്ദീപും അതുപോലെ തന്നെ അനിൽകുമാറും ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. നേരത്തെ ഇവരെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ മാത്രമാണ് നടന്നിരുന്നത്, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിരുന്നില്ല. ഏതായാലും ഇപ്പോൾ അവർ ഒരു അറസ്റ്റ് സാധ്യത കൂടി മുന്നിൽ കാണുന്നത് കൊണ്ടാവാം ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ മാസം 26-ന് ആ മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ കോടതി പരിഗണിക്കുകയും ചെയ്യും. ശരി, വ്യക്തമാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.